മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടന്നു. നെക്സ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിൽ സോൾവ് ചെയ്യാം, അതേപോലെ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, 15 to 20 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുക, 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ മാത്രം എഴുതി വയ്ക്കുക. ഓരോ ചാപ്റ്ററിൻ്റെയും മെയിൻ പോയിൻറ്റ്സും ക്വസ്റ്റ്യനുമാണ് നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം ഞാൻ എടുക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം പോലും ഇതിൽ സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാം നിങ്ങൾ ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് 4th ചാപ്റ്റർ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ജനറൽ ഫോം ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² plus bx plus c equal to 0. The graph of the equation is always parabola. First point. Second point, the graph of the equation is parabola. Third point, power. The power of the equation is 2. Therefore, it is also called second degree equations. Most probably the equation has 2 roots. Okay, 2 solutions. Then next point, how to solve this quadratic equation. First method, by completing the square. Next, first method. Second method, factorization method. Third method, using quadratic formula. Third method using quadratic formula. 6 points. എങ്ങനെയാണ് ഇക്വേഷൻ്റെ ഗ്രാഫ്? ഓക്കെ, parabola, that means the shape of U shape. Okay, the shape of parabola is this. The equation has, ഒരു പ്രാവശ്യം ഈ പരാബോള എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യുന്നത് എക്സിന് എ എന്ന് പറയുന്ന 2 സൊല്യൂഷൻസ്, ദാറ്റ് മീൻസ് ദിസ് സൊല്യൂഷൻ ഈസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതർവൈസ് 2 ടൈംസ് ഈ എക്സ് ആക്സിസിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിന് 2 ഡിഫറെൻറ്റ് റിയൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. 2 ഡിഫറെൻറ്റ് നമുക്ക് റിയൽ സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എക്സ് ആക്സിൽ ടച്ച് ചെയ്യില്ല. അപ്പോൾ ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ എന്നാണ് പറയുക. ദാറ്റ് മീൻസ് ഇതിന് 2 സൊല്യൂഷൻസ് ഉണ്ടാവും, 2 കോംപ്ലക്സ് സൊല്യൂഷൻസ് ആണ് ഇതിന് ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2 ഇമാജിനറി സൊല്യൂഷൻസ്, ഇമാജിനറി ആയിട്ടുള്ള സൊല്യൂഷനാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ഓക്കെ, അതാണ് പരാബോളയുടെ ഗ്രാഫ്. ജനറലി ഇങ്ങനെയാണ് വരുന്നത്. ഇനി 2 റൂട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 2 റൂട്ട്സ്, 1 റൂട്ട് ഈസ് റിപ്പീറ്റഡ്, 2 ഡിഫറെൻറ്റ് റിയൽ റൂട്ട്സ്, 2 ഡിഫറെൻറ്റ് ഇമാജിനറി റൂട്ട്സ്. ഓക്കെ, ബേസിക് ഫോമാണിത്. ഇനി ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ കണ്ട് നമുക്ക് ഈ റൂട്ട്സിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നെക്സ്റ്റ് മെത്തേഡ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമ്മൾ ചെറിയ ക്ലാസ്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് x² പോളിനോമിയൽസിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസേഷൻ കണ്ടും നമുക്ക് ഇതിൻ്റെ റൂട്ട്സിനെ എടുക്കാൻ പറ്റും. യൂസിങ് ക്വാഡ്രാറ്റിക് ഫോമുല എന്ന് പറഞ്ഞാൽ x = -b ± root of b² - 4ac by 2a. Using this formula also we can find the solutions അല്ലെങ്കിൽ roots of the quadratic equation. Here b² - 4ac is called discriminant. If discriminant is 0, we can find the nature of the roots using this discriminant. If d is 0, the equation has only 1 root, the roots are repeated, this type. If d is greater than 0, the equation has 2 real roots. The first case,
D is a perfect square. D is a perfect square. That means root 9. That is a real. Okay. D is a perfect square. 9, 16, 25. These are perfect numbers. But if D is a perfect number, the rational roots, we get a rational root. If D is not a perfect square, we get irrational roots. We will get irrational roots. Okay. If D less than 0, third case, the equation has no roots or 2 imaginary roots. Imaginary roots, not real roots. This real roots ആണ്, ഇത് not real roots. That means imaginary roots ആണ്. അപ്പോൾ discriminant is less than 0. The equation has no roots എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. No real roots. No real roots. Okay. ക്ലിയർ അല്ലേ? അപ്പോൾ ഡി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേച്ചർ ഓഫ് ദ ഇക്വേഷൻ്റെ നേച്ചർ ഫൈൻഡ് ചെയ്യാൻ ഡിസ്ക്രിമിനൻ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് ഈസ് 0. ദ ഇക്വേഷൻ ഹാസ് ഓൺലി 1 റൂട്ട് അല്ലെങ്കിൽ യുണീക്ക് റൂട്ട്, സിംഗിൾ റൂട്ട്. ദ റൂട്ട്സ് ആർ റിപ്പീറ്റഡ്. ഈസ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0, ദ ഇക്വേഷൻ ഹാസ് 2 റിയൽ റൂട്ട്സ്. അതിൻ്റെ ഉള്ളിൽ 2 കേസ് ഉണ്ട്. ഇഫ് ഡി ഈസ് എ പെർഫെക്റ്റ്, it is a rational root. D is not a perfect, it is an irrational root. D less than 0, equation has no roots. Quadratic formula. അപ്പോൾ ഇത്രയും മെയിൻ പോയിൻറ്റ്സ് ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഹാസ് 2 ആസ് എ റൂട്ട്? ഫസ്റ്റ് ഓപ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 ഈക്വൽ ടു 0. x square plus 3x minus 12 equal to 0. 2x square minus 7x plus 6 equal to 0. 3x square minus 6 minus 2 equal to 0. Okay. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടിട്ടത് ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ് ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ഇക്വേഷൻസ് അവിടെ 4 ഇക്വേഷൻസ് ചോയ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഇക്വേഷനാണിത്. ഇതിൻ്റെ റൂട്ട് ഇതാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഇതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 5 എടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 8 പ്ലസ് 5. ദാറ്റ് മീൻസ് 9 മൈനസ് 8 ഈക്വൽ ടു 1. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ റൂട്ടല്ല. ഇങ്ങനെ 2 റൂട്ട് ആകണമെങ്കിൽ നമുക്കിവിടെ കിട്ടേണ്ട ആൻസർ 0 ആയിരിക്കണം. 0 ആണെങ്കിൽ മാത്രമേ ഇത് 0 ആയിരിക്കുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഞാൻ മറ്റൊരു ചോയ്സ് എടുക്കുകയാണ്. ഇത് എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ റോങ് ആണ്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 ദറ്റ് ഈസ് ഈക്വൽ ടു 0. 2 ഇൻറ്റു 2 സ്ക്വയർ, put x under 2 minus 7 into 2 plus 6. This is equal to 2 into 4 minus 14 plus 6. This is equal to 8 plus 6 minus 14. Here 14 minus 14, that is equal to 0. That means ഈ 2 എന്ന് പറയുന്നത് x equal to 2 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ റൂട്ടാണ്. അവിടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ നമുക്ക് റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ വാല്യൂ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് അത് എന്തായിരിക്കും? LHS ഈക്വൽ ടു RHS ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റൂട്ട്. അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ റൂട്ട്. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് 1/2 ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് kx മൈനസ് 5/4 ഈക്വൽ ടു 0, then the value of k is, നമ്മളോട് ചോദിച്ചേക്കാണ്, given equation is x square plus kx minus 5/4 that is equal to 0. Then 1/2 is x equal to 1/2. Then find the value of k. Put x in the equation. അപ്പോൾ x square substitute x into the 1/2 minus 5/4 that is equal to 0. Here 1/4 plus k by 2 that is equal to 5/4. ഇവിടെ ഇൻറ്റു 2 ഡിനോമിനേറ്ററിനെ സെയിം ആക്കാൻ വേണ്ടിയാണ്. 1 plus 2k divided by 4 that is equal to 5/4.
ഡിനോമിനേറ്റർ 1/4 കട്ട് ചെയ്തു. അപ്പോൾ 1 + 2k that is equal to 5, 2k that is equal to 5 minus 1, 2k that is equal to 4k that 4/2 that is equal to 2. Okay, and next third question, if one root of the equation k minus 1 x square minus 10x plus 3 equal to 0 is the reciprocal of the other, then find the value of k. Our equation is k minus 1 into x square minus 10x plus 3 equal to 0. This equation has two roots. We know that one root is alpha and next other root is 1 by alpha, given that two roots are reciprocal roots. Okay, then product of the root, നമുക്കറിയാം product of the root, that means c by a, that means 3 by k minus 1. Okay, product of the root means alpha into 1 by alpha that is equal to 3 by k minus 1. ഇതും കട്ട് ചെയ്ത് പോയി. 1 that is equal to 3 by k minus 1, k minus 1 that is equal to 3, k that is equal to 4. Okay, 3 plus 1, 4. The product of the roots that is equal to z by a, sum of the roots that is equal to minus b by a. നമ്മൾ പഠിച്ചതാണ് അല്ലേ? Okay, then fourth question, find the positive root of 3x square plus 6 that is equal to 9. Root of 3x square plus 6 that is equal to 9. ഇതിൻ്റെ പോസിറ്റീവ് റൂട്ട്സ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ, റൂട്ടിൻ്റെ ഉള്ളിൽ റാഡിക്കൽ സൈനിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ചെയ്യണം, റാഡിക്കൽ സൈനിനെ മാറ്റിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. ദെൻ 3x square plus 6 that is equal to 81. Okay, then 3x square that is equal to 81 minus 6, that means 3x square that is equal to നമുക്ക് 75 കിട്ടി. ഓക്കെ, അപ്പോൾ x square that is equal to 75 by 3. ഓക്കെ, അപ്പോൾ x square that is equal to 25. അപ്പോൾ x that is equal to root plus or minus root 25. We want the positive root, therefore x equal to 5. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, if x equal to negative 1/2 is a solution of the quadratic equation 3x square plus 2kx minus 3 equal to 0, find the value of k. The given solution is x equal to negative 1/2. Quadratic equation is 3x square plus 2kx minus 3 equal to 0. We want to find the value of k. Then substitute x equal to minus 1/2 in this equation. അപ്പോൾ 3 into minus 1/2 whole square plus 2k into negative 1/2 minus 3 that is equal to 0. Minus 3 into 3 this plus 3. Okay, by 4 plus minus 2k by 2 that is equal to 3. ഓക്കെ, ഇതൊന്നും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 3/4 minus 3 that is equal to k. അപ്പോൾ k that is equal to 3 minus 12/4. k that is equal to minus 9/4. k equal to minus 9/4. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k for which the root of the equation 3x square minus 10x plus k equal to 0 are reciprocals of each other. Okay, നേരത്തെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. The given equation is 3x square minus 10x plus k that is equal to 0. The roots are reciprocal roots, that means alpha and beta are the reciprocal roots. Then product of the roots that is equal to alpha into 1 by alpha that is equal to 1. അതായത് product that is equal to c by a, k by 3 that is equal to 1. Here k that is equal to 3. Okay, simple question ആണ്, നമ്മൾ സെയിം മോഡൽ കഴിഞ്ഞതാണ്. Okay.
Seventh question. Solve the following quadratic equation for x. 4x square minus 4a square x plus a raised to 4 minus b raised to 4 equal to 0. Our quadratic equation is 4x square minus 4a square x plus a raised to 4 minus b raised to 4 that is equal to 0. Here a that is equal to 4, b that is equal to minus 4a square. ഇവിടെ ക്യാപിറ്റൽ എ കൊടുക്കുകയാണ്, ഇവിടെ ക്യാപിറ്റൽ ബി കൊടുക്കുക, കാരണം ഇവിടെ എയും ബിയും ഉണ്ട്. minus 4a square c that is equal to a raised to 4 minus b raised to 4. Okay, then our quadratic equation is x equal to minus b plus or minus root of b square minus 4ac by 2a. First we want to find discriminant. Discriminant that is equal to b square. b square എന്ന് വെച്ചാൽ മൈനസ് 4a ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a 4 ഇൻറ്റു c. c means a raised to 4 minus b raised to 4. Okay, 16a square minus 16a raised to 4 minus b raised to 4. Okay, 16a square minus 16a raised to 4 plus 16b raised to 4. Then ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ 4 സ്ക്വയർ ആണ്, അപ്പോൾ 4 raised to 4 ആണ്. ഓക്കെ, ഇത് 4 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡിസ്ക്രിമിനൻ്റ് ഈക്വൽ ടു ഇതും കട്ട് ചെയ്ത് പോയാൽ 60b raised to 4. ഇനി എക്സ് ഈക്വൽ ടു മൈനസ് ബി മീൻസ് മൈനസ് 4a സ്ക്വയർ plus or minus root of 16b raised to 4 by 2a, 2 into 4. Okay, but this is equal to 4a square plus or minus 4b square by 8. അപ്പോൾ x that is equal to 4 ഔട്ട്സൈഡിലെടുത്ത് കട്ട് ചെയ്ത് പോയാൽ a square plus or minus b square by 2. Okay, answer is x equal to a square plus b square by 2 or x that is equal to a square minus b square by 2. Okay, two answers. Eighth question. Solve for x. Root of 2x plus 9 plus x equal to 13. Next question. Root of 2x plus 9 plus x equal to 13. Okay, root of 2x plus 9 അത് ഇവിടെ നിർത്തി 13 മൈനസ് എക്സ് എന്നാക്കുക ഇക്വേഷനെ. ദെൻ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ 2x പ്ലസ് 9 ദറ്റ് ഇസ് ഈക്വൽ ടു 13 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം 169 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 26x ദറ്റ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 9. എക്സ് സ്ക്വയർ minus 26x minus 2x plus 169 minus 9 that is equal to 0. Here x square minus 28x plus 160 that is equal to 0. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം ഈ ഇക്വേഷനെ. ഓക്കെ, അപ്പോൾ 160 20, അപ്പോൾ 160 ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞാൽ 2, അപ്പോൾ 8 ഇപ്പം 20യും 8ഉം എടുക്കാം നമുക്ക്. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 20x മൈനസ് 8x പ്ലസ് 160 ദറ്റ് ഇസ് ഈക്വൽ ടു 0 ഗ്രൂപ്പിംഗ് ചെയ്യാം. ഓക്കെ, എക്സ് ഉണ്ടോ ഔട്ട്സൈഡിലെടുത്താൽ എക്സ് മൈനസ് 20 മൈനസ് 8 ഔട്ട്സൈഡിലെടുത്താൽ എക്സ് മൈനസ് 20 that is equal to 0. Here x minus 20 into x minus 8 that is equal to 0. Answer is x equal to 8 or x equal to 20. ഇനി ഇത് തന്നെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം, ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. Okay, ninth question. The sum of the squares of two consecutive odd numbers is 394. Find the numbers. Okay. The sum of the squares of two consecutive odd number. First odd number is 2x plus 1. ഇതാണ് ഫസ്റ്റ് ഓഡ് നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓഡ് നമ്പർ എന്താണ് 2x plus 3. 1 2 അല്ല, നെക്സ്റ്റ് 3.
ഓഡ് നമ്പർ. ഓക്കെ, ഇനി സം ഓഫ് ദ സ്ക്വയേഴ്സ്, ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 394. Then squaring. Okay, use the identity. Here 4x square plus 4x plus 1 and 4x square plus 9 plus 6, 12x, that is equal to 394. 4x square 8x square. Okay, here 4x, what is 16x plus 10. Okay, minus 394, that is equal to 0. Then 8x square plus 16x minus 384, that is equal to 0. Dividing 2. But 2x square. Okay, 2x square dividing 4. അപ്പോൾ 4 ആവുമ്പോൾ ഇവിടെ 2x square plus 4x minus ഇതിൻ്റെ ഉള്ളിൽ 496, that is equal to 0. Okay, again 2 divide ചെയ്യാം. അപ്പോൾ x square plus 2x minus 48, that is equal to 0. Then factorize. അതായത് 48നെ നമുക്ക് 2 എടുത്താൽ ഇവിടെ 24, again 2, 1, 12, then 2, 6, 2, 3. ഓക്കെ, അപ്പോൾ 8, 6ഉം 6ഉം, that means x minus 8, x minus 6, 8 into 6, 48. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പോസിറ്റീവ് വേണം. ഏതാ പോസിറ്റീവ് ആവുക? ഇവിടെ ഹയസ്റ്റ് ഏതാന്ന് നോക്കൂ, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആയാൽ ഇവിടെ ഇത് രണ്ടും കൂടി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ +2 വരും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് -48 വരും. അപ്പോൾ ഹിയർ ആൻസർ ഈസ് x, ഇവിടെ x ഈക്വൽ ടു -8 ആൻഡ് x ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ അവർ നമ്പർ കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് നമ്പറാണ് അല്ലേ. അപ്പോൾ x ഈക്വൽ ടു 6, ഓഡ് നമ്പർ x ഈക്വൽ ടു 6 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ ദറ്റ് ഈസ് ഈക്വൽ ടു 2 into 6 plus 1, that means 13, and next number is 15. Okay, 10th question. Solve 1 by a plus b plus x equal to 1 by a plus 1 by b plus 1 by x, where a plus b not equal to 0. Solve ചെയ്യാനാണ്. 1 by a plus b plus x, that is equal to 1 by a plus 1 by b plus 1 by x, where a plus b not equal to 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനെ എക്സ് ഉള്ളതിനെ, ഇത് കോൺസ്റ്റൻ്റാണ്, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. 1 by a plus b plus x minus 1 by x, ഇതിനെ ഞാൻ b plus a by ab. ഇനി ഞാൻ ഈ എക്സിനെ ഇങ്ങോട്ട് കയറ്റുക, എക്സ് മൈനസ് ഇതിനെ ഇങ്ങോട്ട് എടുത്തു, a plus b plus x by x into a plus b plus x, that is equal to b plus a by ab. Okay, here x minus a minus b minus x by x into a plus b plus x, that is equal to a plus b by ab. ഓക്കെ, ഇതും കട്ട് ചെയ്ത് പോയി. ഇവിടെ നമുക്ക് മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ ഇത് a plus b ആണ്, by x into a plus b plus x, this is equal to a plus b by ab. ഓക്കെ, ഇത് കട്ട് ചെയ്ത് പോയി. ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -ab, that is equal to x into a plus b plus x minus ab, that is equal to ax plus bx plus x square. Here x square plus x outside എടുത്താൽ a plus b plus ab, that is equal to 0. Okay, sum of the roots a plus b and the product of the roots ab. Okay, ഇവിടുന്ന് ഞാൻ x plus a into x plus b, that is equal to 0 കൊടുത്തു. Here x plus a,
that is equal to 0 and x plus b that is equal to 0. Here x equal to minus a and x equal to minus b. Okay. ഓക്കെ, ഇപ്പോൾ ഈ ക്ലാസ്സിലൊരു 10 പ്രോബ്ലംസാണ് ഞാൻ എടുത്തത്. ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഇതിനുണ്ടാവും അല്ലേ? അപ്പം മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിനും തന്നെ എനിക്ക് തോന്നുന്ന ഒരു 2 പാർട്സ് വീതം വെച്ച് അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തുമല്ലോ. അപ്പോൾ മോഡൽ എനിക്കൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നൊരു 4 ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചെയ്യുന്നത്, കൂടുതൽ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കലാണ് ഞാൻ ചെയ്യുന്നത്. അതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആകുമ്പോൾ നിങ്ങൾക്കത് നോക്കി എല്ലാം മനസ്സിലാക്കിയാൽ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.